കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാർ അപ്രതീക്ഷിത അവധിയിൽ പ്രവേശിച്ചതോടെ പ്രതിസന്ധിയിലായി പോസ്റ്റ്മോർട്ടം നടപടികൾ. രാവിലെ മുതൽ ഉറ്റവരുടെ മൃതശരീരങ്ങളുമായി ബന്ധുക്കൾ മോർച്ചറിക്ക് മുന്നിൽ കാത്തുനിന്നു. ഉച്ചയായിട്ടും ഡോക്ടർ എത്താതായതോടെ മൃതശരീരം ആംബുലൻസിൽ നിന്ന് പോലും പുറത്തിറക്കാനാവാതെ ബന്ധുക്കൾ കുഴങ്ങി. ഞാനിവിടെ വന്നിട്ട് ഏകദേശം 2 മണിക്കൂറോളമായി. ഇതുവരെ ഡോക്ടർ വന്നിട്ടില്ല. ഒരെണ്ണം പോലും തുടങ്ങിയിട്ടില്ല ഇതുവരെ. 4ാമത്തെ കേസ് കഴിഞ്ഞ് 5ാമത്തെ കേസാണ് ഞാൻ കൊണ്ടുവന്ന ബോഡി ഉള്ളത്. 5ാമത്തെ കേസാണെന്ന് അവർ പറഞ്ഞത്. ഈ 5ാമത്തെ കേസ് ചെയ്യുമ്പോൾ എത്ര മണിയാവും? എനിക്ക് ആ ബോഡി എപ്പോൾ കൊണ്ടുപോകാൻ പറ്റും? അതൊക്കെയാണ് ഇവിടുത്തെ അനാസ്ഥയാണ്. അല്ല, ഇത്രയും സമയമായിട്ട് അവർ ഒരു സംഭവമാണ് ഇപ്പം ചോദിക്കുക. ബോഡി ബ്രീസറിൽ കയറ്റണോ നമ്മൾ ചോദിക്കുക. നമ്മൾ എന്താണ് പറയേണ്ടത്? കയറ്റണമെന്ന് പറഞ്ഞാൽ കയറ്റണോ പറയോ? ഇല്ല, അവർ നേരത്തെ പറയാം നടപടി എടുക്കണമായിരുന്നു. ഒരു സംവിധാനം ഇവിടെ ഇല്ല. അവർ നമ്മളോട് ചോദിക്കുകയാണ്, ഇത്രയും വേദനയോട് നമ്മൾ ചോദിക്കുകയാണ് ബോഡി എന്ത് വേണമെന്ന്. എന്താണ് നമ്മൾ പറയേണ്ടത്? ഇപ്പോഴാണ് ചോദിക്കുന്നത്. ഒരു മിണ്ടാട്ടമല്ല, അവർ അനങ്ങില്ല. അവർ പൂജ്യം കളിച്ചിട്ടുണ്ടാ. നമ്മളെന്താ ചെയ്യേണ്ടത്? പ്രതിസന്ധി റിപ്പോർട്ടർ വാർത്തയാക്കിയതിന് പിന്നാലെ ജില്ലാ കളക്ടറുടെ അടിയന്തര ഇടപെടലുണ്ടായി. 2 ഡോക്ടർമാരെത്തി നടപടികൾ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചു. RMAയോട് സ്ഥലത്ത് എത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട്. AV ജയശങ്കർ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ജയശങ്കർ, അപ്പോൾ ഇത് മൃതദേഹത്തോടുള്ള അനാദരവാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ അവധി എങ്ങനെയാണ് ഡോക്ടർമാർക്ക് എടുക്കാൻ കഴിയുക? അത് മുൻകൂട്ടി എന്തുകൊണ്ടാണ് അറിയിക്കാൻ കഴിയാതിരുന്നത്? ഇപ്പോൾ ഈ മൃതശരീരത്തിന്റെ കൂടെ വരുന്ന ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ വളരെ പ്രയാസപ്പെട്ട മാനസികാവസ്ഥയായിരിക്കും. അവർക്ക് പ്രതികരിക്കേണ്ടി വരും. ഇത് സ്വാഭാവികമാണ്. ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ഇടപെടലിൽ പ്രശ്നത്തിന് പൂർണ്ണമായ പരിഹാരമായി എന്ന് കരുതാനാകുമോ? എന്തായാലും ഈ മോർച്ചറിയിൽ നടന്ന അനാസ്ഥ അത് ഗുരുതരമായ വീഴ്ച എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. രാവിലെ 8 മണിക്ക് തുടങ്ങേണ്ട ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏറെ വൈകിയാണ് ആരംഭിച്ചത്. എന്തായാലും നിലവിൽ ഒരു ഡോക്ടറുടെ സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. എന്തായാലും ഇവിടെ DYFI പ്രവർത്തകർ ഈ വിഷയത്തിൽ മോർച്ചറിക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്നുണ്ട്. വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് DYFI പ്രവർത്തകർ നിലവിൽ ഈ മോർച്ചറിക്ക് മുമ്പിൽ പ്രതിഷേധിക്കുന്നത്. DMO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എവിടെ എന്നൊരു ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് DYFI പ്രവർത്തകർ ഇപ്പോൾ റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ ഈ ഒരു പ്രതിഷേധം നിലവിൽ സംഘടിപ്പിക്കുന്നത്. എന്തായാലും ഒരു ഡോക്ടറാണ് നിലവിൽ എത്തി ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുന്നത്. 5 മൃതദേഹങ്ങളുണ്ട്. രാത്രി 8 മണി കഴിഞ്ഞാൽ പോലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാവുന്നൊരു സംശയമുണ്ട്. കളക്ടർ 2 പേരെത്തി പോസ്റ്റ്മോർട്ടം നടത്തണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ 2 ഡോക്ടർമാർ എത്തിയിട്ടില്ല. RMO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഈ മോർച്ചറി പരിസരത്തേക്ക് പോലും എത്താത്തൊരു സാഹചര്യമാണ്. നമ്മൾ എന്താവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം? ഈ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ കടുത്ത അനാസ്ഥയാണ്. രാവിലെ 8 മണിക്ക് തുടങ്ങേണ്ട പോസ്റ്റ്മോർട്ടം പ്രക്രിയകൾ ഇപ്പോൾ ആരംഭിച്ചിട്ട് മാത്രമാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ചുമതലയുള്ള ഡോക്ടർ ലീവാണെങ്കിൽ പകരം സംവിധാനം ഒരുക്കേണ്ട ഈ ജില്ലാ ആശുപത്രി സൂപ്രണ്ടും DMOയും RMOയും അടക്കമുള്ളവരുടെ നിരുത്തരവാദിത്വപരമായിട്ടൊരു സമീപനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴാണ് ഏകദേശം 3 മണിയോടനുബന്ധിച്ചാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത്. ഏകദേശം 6 ബോഡിയോളം ഈ പോസ്റ്റ്മോർട്ടം ടേബിളിലുണ്ട്. അത് പൂർത്തീകരിക്കുമ്പം ഏകദേശം 9 മണി കഴിയുന്ന സാഹചര്യമുണ്ട്. ഇവിടെ ഈ കാത്തു നിൽക്കുന്ന ബന്ധുക്കൾക്ക് ഇപ്പോൾ ശവസംസ്കാരം ഉൾപ്പെടെ നിശ്ചയിച്ചിട്ട് ഇവിടെ കാത്തു നിൽക്കുന്ന ഈ ബന്ധുക്കൾക്ക് അവസാനത്തെ ബോഡി ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ 9 മണി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അവർക്ക് ആ സംസ്കാര ചടങ്ങ് ഉൾപ്പെടെ മാറ്റിവെക്കേണ്ടതായിട്ട് വരുന്നൊരു സാഹചര്യത്തിൽ നടപടി വേണം. അതുകൊണ്ടാണ് DMO ഇവിടെ വന്ന് ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള നിലയിലാണ് ആവശ്യം. ഇതിൽ ഈ വീഴ്ച വരുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് DYFIയുടെ ആവശ്യം. എന്തായാലും DMO സ്ഥലത്തെത്തണം. ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് DYFI പ്രവർത്തകർ നിലവിൽ ഈ മോർച്ചറിക്ക് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. DYFI പ്രവർത്തകർ പെട്ടെന്നാണ് റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ഇവിടെ എത്തിയത്. എന്തായാലും അനാസ്ഥയിൽ നടപടി അതാവശ്യപ്പെട്ടുകൊണ്ടാണ് DYFI നിലവിൽ പ്രതിഷേധിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പക്ഷേ ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 5 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് രാത്രി 8 മണി 9 മണിയൊക്കെ ആവും. ഈ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടത്തേണ്ട ആളുകളുണ്ട്. അവർക്ക് വൈകുന്നേരത്തിനുള്ളിൽ ഇത് നടത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. മൃതദേഹത്തോടൊരു അനാദരവ് ഇവിടെ ഉണ്ടായി. ഈ ആംബുലൻസിൽ പോലും മൃതദേഹം ഈ മോർച്ചറിക്ക് പുറത്ത് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഫ്രീസറിലേക്ക് ഉൾപ്പെടെ മാറ്റേണ്ട മൃതദേഹമാണ് ഈ നമ്മൾ റിപ്പോർട്ടർ സംഘം ഇവിടെ എത്തി വാർത്ത നൽകുന്നത് വരെ മോർച്ചറിക്ക് പുറത്ത് തന്നെ കിടക്കുന്നൊരു വലിയ ഗുരുതര സാഹചര്യം ഉണ്ട്. എന്തായാലും ആ വിഷയത്തിലാണ് ഇപ്പോൾ എന്തായാലും DYFI പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. പോലീസ് ഉൾപ്പെടെ ഇവിടെ എത്തി ബന്ദോബസ്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു വീഴ്ചയാണ്. ആ വീഴ്ചയിൽ ഇനി ആരോഗ്യവകുപ്പ് നടപടിയെടുക്കുമോ എന്നാണ് അറിയേണ്ടത്. ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു പോലും RMO എന്തായാലും ഈ സ്ഥലത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. RMO എത്തുമെന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞത്. പക്ഷേ ജില്ലാ കളക്ടറുടെ ഇടപെടലിന് പിന്നാലെ ഡോക്ടർ ഇവിടെ എത്തുകയും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ നിലവിൽ പുരോഗമിക്കുകയാണ്. DYFI പ്രവർത്തകർ ഇവിടെ കുത്തിയിരുന്ന് നിലവിൽ പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. ഡോക്ടർമാർ അപ്രതീക്ഷിത അവധി എടുക്കുകയായിരുന്നു. അങ്ങനെ പ്രതിസന്ധിയിലാകുന്ന പോസ്റ്റ്മോർട്ടം നടപടികൾ. രാവിലെ മുതൽ തന്നെ ഉറ്റവരുടെ മൃതശരീരങ്ങളുമായി ബന്ധുക്കൾ മോർച്ചറിക്ക് മുന്നിൽ കാത്തു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പലരും സംസ്കാര ചടങ്ങുകളുടെ സമയം പോലും നിശ്ചയിച്ചിട്ടാണ് അവിടെ എത്തിയത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ ജില്ലാ കളക്ടർ ഇടപെട്ടു. 2 ഡോക്ടർമാർ എത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും രാത്രി 8 മണിയെങ്കിലും ആവും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാൻ എന്നുള്ളതാണ്. അവിടെ വലിയ പ്രതിഷേധം നടക്കുന്നു. DMO സ്ഥലത്ത് നേരിട്ട് എത്തണം, വിശദീകരിക്കണം, നടപടിയെടുക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം.